പ്രിയപ്പെട്ട GK, സ്വാമിജി, സനോജ്, നമ്മുടെ LMRKയുടെ ക്യാപ്റ്റൻ രജിത് ജി സദസ്സിലുണ്ട്, അതുപോലെ കൊല്ലം തുളസി ചേട്ടനുണ്ട്, പ്രിയപ്പെട്ട ലക്ഷ്മിയുണ്ട്, പിന്നെ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത LMRKയുടെ പേരറിഞ്ഞുകൂടാത്തവരും അറിയുന്നവരുമായ LMRKയുടെ ഗ്രൗണ്ട് ഫോഴ്സിലെ അംഗങ്ങൾ, മുരുക ഭക്തിയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമസ്തേ. ഇതിൽ ഭഗവാൻ മുരുകനെ കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞ ഇന്നലെ മുതൽ 2-3 ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുമ്പോൾ, ഞാനും നിങ്ങളുടെ കൂടെ ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇവിടെ നിന്ന് 184 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുച്ചെന്തൂരെത്താം. ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര വഴി അങ്ങ് പോയാൽ തിരുച്ചെന്തൂർ പോയിട്ടുള്ളവരുടെ ഉണ്ടാവും. ഞാൻ പോയിട്ടില്ല കേട്ടോ, പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. മുരുകൻ്റെ ക്ഷേത്രങ്ങളെല്ലാം മലമുകളിലാണെങ്കിൽ തിരുച്ചെന്തൂർ കടൽ തീരത്താണ്. കടൽ തീരത്തുള്ള ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട്, അവിടെ സമുദ്രജലമാണ് ചുറ്റും, പക്ഷേ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിലെ വെള്ളം കുടിച്ചാൽ ഒരു തുള്ളി വെള്ളത്തിന് പോലും ഉപ്പുരസമുണ്ടാവില്ല. സമുദ്രതീരത്ത് അങ്ങനെ ഉപ്പുരസമില്ലാത്ത ശുദ്ധമായ ജലം കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുച്ചെന്തൂർ എന്ന് അവിടെ പോയിട്ടുള്ള ആളുകൾ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ തിരുച്ചെന്തൂർ പെട്ടെന്ന് ഓർക്കാൻ കാരണം, ഭഗവാൻ മുരുകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ. ഒരുപക്ഷെ ഭഗവാൻ ജന്മമെടുക്കാൻ തന്നെ കാരണം തിരുച്ചെന്തൂർ കൂടിയായിരിക്കാം. നമുക്കറിയാം, ശൂരപത്മൻ എന്ന് പറയുന്ന അതിഭീകരനായ ഒരു അസുരൻ്റെ ശല്യം സമസ്ത ലോകങ്ങളെയും ഗ്രസിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ പരമശിവൻ അദ്ദേഹത്തിൻ്റെ 3-ാം കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുലിംഗത്താൽ സ്കന്ദിച്ചുണ്ടാക്കിയ ആളാണ് ഭഗവാൻ മുരുകൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്കന്ദൻ എന്ന് വിളിക്കുന്നത്. കൃത്തിക നക്ഷത്രത്തിലെ 6 ദേവിമാർ പരിപാലിച്ചു വളർത്തിയെടുത്ത ദേവനായതുകൊണ്ട്, കുമാരനായതുകൊണ്ട് അദ്ദേഹത്തെ കാർത്തികേയൻ എന്ന് വിളിക്കുന്നു. നമ്മുടെയൊക്കെ ഹൃദയമാകുന്ന ഗുഹകളിലുള്ളതുകൊണ്ട് മുരുകനെ ഗുഹൻ എന്ന് വിളിക്കുന്നു. കയ്യിൽ വേലുള്ളതുകൊണ്ട് വേലായുധൻ എന്ന് വിളിക്കുന്നു. 6 മുഖങ്ങൾ, പഞ്ചഭൂതങ്ങളും 6ാമത്തെ തത്വമായ ആത്മാവും ഉള്ളതുകൊണ്ട് മുരുകനെ അറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്ന് വിളിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേരുകൾ നമുക്കറിയാം. പക്ഷേ തിരുച്ചെന്തൂരിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം, ഭഗവാന്റെ നേത്രത്തിൽ നിന്ന്, പരമശിവന്റെ 3-ാം കണ്ണിൽ നിന്ന് മുരുക ഭഗവാൻ ഉറവിയെടുക്കാൻ കാരണം ശൂരപത്മനാണ്. ശൂരപത്മന്റെ സംഹാരം നടന്നത് ഈ തിരുച്ചെന്തൂരിനടുത്താണ്. കാരണം തിരുച്ചെന്തൂർ ഇന്ന് ഭൂമിയിലില്ലാത്ത ഒരു സ്ഥലത്തിൻ്റെ ബാക്കി നിൽപ്പാണ്. നമുക്കറിയാം, മുരുകനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ LMRK രജിത് ജി അടക്കം LMRKയുടെ വേദികളിലുമൊക്കെ പറയാറുണ്ട് കുമാരികാണ്ഡത്തെക്കുറിച്ച്. കുമാരികാണ്ഡം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടായിരുന്നു. ആ ലോകം കടലെടുത്തു പോയി. കടലിനടിയിൽ എവിടെയോ ഉണ്ട് കുമാരികാണ്ഡം. കുമാരികാണ്ഡത്തിൽ ഒരു വലിയ ജനതയുണ്ടായിരുന്നു. ആ ജനതയുടെ രാജാവായിരുന്നു, ദേവസേനാധിപതിയായിരുന്ന മുരുകൻ. മുരുകൻ്റെ ആ രാജ്യം കുമാരികാണ്ഡം എന്ന് പറയുന്ന അതിവിസ്തൃതമായ ഒരു ഭൂപ്രദേശമായിരുന്നു. അവിടെ അദ്ദേഹം രാജാവായി വാണിരുന്നു. അത് നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള സുനാമി പോലെ എന്തോ സംഭവിച്ചു പ്രളയമെടുക്കുമ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ കുടിപാർത്തതാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ജനങ്ങളെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്കറിയാം, തമിഴ്നാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംഘകാലത്തെക്കുറിച്ച് പറയും. തമിഴ്നാട്ടിലെ സംഘകാല കൃതികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ സംഘം, തമിഴ് സംഗമം നടന്നത് കുമാരികണ്ഠത്തിലാണെന്ന് പറയുന്നത്. ആദ്യത്തെ തമിഴ് സംഘം നടന്നത് തമിഴ് കൃതികളിൽ പറയുന്നതാണ്. കുമാരികണ്ഠത്തിൽ ആദ്യത്തെ തമിഴ് സംഗമം നടത്തിയത് അഗസ്ത്യമുനിയും ഭഗവാൻ മുരുകനും ചേർന്നാണ്. അവിടെ വെച്ച് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മുരുകന്റെ നിർദ്ദേശപ്രകാരം അഗസ്ത്യമുനി തമിഴ് ഭാഷയ്ക്ക് വ്യാകരണമുണ്ടാക്കി. അതുകൊണ്ടാണ് മുരുകനെ തമിഴ് കടവുൾ എന്ന് വിളിക്കുന്നത്. തമിഴ് ഭാഷയുടെ വ്യാകരണമുണ്ടാക്കാൻ നിർദ്ദേശിച്ച ആളാണ് ഭഗവാൻ മുരുകൻ. നമ്മുടെ പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറയുകയുണ്ടായി, ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും സുന്ദരമായ ഭാഷ തമിഴാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ വീണ്ടും ഈ കുമാരികാണ്ഡത്തിൻ്റെ കാര്യം പറയുമ്പോൾ, കുമാരികാണ്ഡത്തെക്കുറിച്ച് വളരെ തമിഴ് കൃതികളിൽ ഒരുപാട് പറയുന്നുണ്ട്. അവിടെ പ്രഹൂലി എന്ന് പറയുന്ന ഒരു നദി ഉണ്ടായിരുന്നു. കുമരി എന്ന് പറയുന്ന ഹിമാലയം പോലെ അതിവിശിഷ്ടമായിരുന്ന ഒരു പർവ്വത നിരകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കടലിനടിയിലുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഭൂപടം എടുത്തു വെച്ചാൽ, ഈ ഭൂപടത്തിലെ ഈ ഓരോ രാജ്യങ്ങളെയും നമ്മളിങ്ങനെ കണ്ടിച്ചെടുത്താൽ, കത്രിക കൊണ്ട് മുറിച്ചെടുത്ത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അരികുകൾ തമ്മിൽ ചേർക്കാൻ പറ്റും. ഒരു വിടവുണ്ടെങ്കിൽ ആ വിടവിലേക്ക് ഒരു കൂർത്ത ഭാഗം കയറും. അതായത് അത് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ പല രാജ്യങ്ങളും പല ഭൂഖണ്ഡങ്ങളും ഒന്നായിരുന്നു. അന്ന് അത് ജിയോളജിയിൽ പറയുന്നുണ്ട്, പണ്ടുണ്ടായിരുന്നത് ഒറ്റ കടലേ ഉണ്ടായിരുന്നുള്ളൂ.
ടെതിസ് എന്ന് പറയുന്ന ഒരു കടൽ, ഒറ്റ ഭൂഖണ്ഡം, പാഞ്ചിയ എന്ന് പറയുന്ന ഒറ്റ ഭൂഖണ്ഡം. ഈ ഭൂമിക്കടിയിൽ ഒരുപാട് അടരുകളുണ്ട്. ഈ അടരുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പം കാണുന്ന ഭൂമിയുടെ പ്രതലം, അതിനടിയിൽ മറ്റൊരു അടര്, അങ്ങനെ പല അടരുകളായിട്ടാണ് നമ്മുടെ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അടരുകളൊക്കെ പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് ചിലർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഹിമാലയ പർവ്വതം ഓരോ വർഷവും 2-3 മില്ലിമീറ്റർ ഹിമാലയ പർവ്വതം നീങ്ങുന്നുണ്ട്. നൂറ്റാണ്ടുകളല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഭൂമിക്കടിയിലെ ഈ പ്ലേറ്റുകൾ മാറിപ്പോവുക. അതിന് ജിയോളജിയിൽ പറയുന്ന പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ്. ഈ പ്ലേറ്റുകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലത് വന്ന് കൂട്ടിമുട്ടുമ്പോൾ അറിയാം, നമ്മൾ 2 കടലാസുകൾ എടുത്ത് ഇങ്ങനെ കൂട്ടിമുട്ടിച്ചാൽ അതിൻ്റെ നടുഭാഗം പൊങ്ങി വരും. ഈ പൊങ്ങി വരുന്ന ഭാഗങ്ങളാണ് പർവ്വതങ്ങളായി മാറിയതെന്നാണ് ജിയോളജിയിൽ പറയുന്നത്. അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ ഹിമാലയം അടക്കമുള്ള പർവ്വതങ്ങൾ. ഈ ഭൂമിയിലെ അടിയിലുള്ള അടരുകൾ കൂട്ടിമുട്ടുമ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഭൂമിയിലെ ഇങ്ങനെ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല, കൂട്ടത്തിൽ പറഞ്ഞാണ്. അങ്ങനെ ഈ പ്ലേറ്റുകൾ, ഭൂമിക്കടിയിലെ പ്ലേറ്റുകൾ മാറിപ്പോയപ്പോൾ നമ്മുടെ കരയിൽ നിന്ന് വിട്ടുപോയ ഒരു ഭൂപ്രദേശമാണ് ഭൂമിയിലെ നമ്മുടെ ആഫ്രിക്കൻ ഭാഗം. തിരുവനന്തപുരവും ആഫ്രിക്കയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. എന്നോട് ഈ അടുത്തിടയ്ക്ക് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരു ജിയോളജിസ്റ്റ് പറഞ്ഞു, തിരുവനന്തപുരംകാരുടെ ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാരണം തിരുവനന്തപുരം ജില്ല പണ്ട് ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു. തിരുവനന്തപുരവും ആഫ്രിക്കയും ചേർന്ന് കിടന്നിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ രത്നനിക്ഷേപങ്ങളും സ്വർണ്ണ നിക്ഷേപങ്ങളും ഉള്ളത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു തിരുവനന്തപുരമെങ്കിൽ തിരുവനന്തപുരത്ത് കുഴിച്ചാലും സ്വർണം കിട്ടും. തിരുവനന്തപുരത്ത് മാണിക്യം എന്ന് പേരുള്ളൊരു സ്ഥലം പോലുമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഒരു അക്ഷയ നിധിയാണ്. അപ്പോൾ ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞ് നമുക്ക് മുരുകനിലേക്ക് തിരിച്ചു പോയാൽ, അപ്പോൾ ശൂരപത്മനെ സംഹരിക്കാൻ വേണ്ടി ഭഗവാൻ ഭൂമിയിൽ അവതാരം ചെയ്തു. തിരുച്ചെന്തൂരിനടുത്ത് വെച്ച് ഈ അവശേഷിക്കുന്ന കുമാരി ഖണ്ഡത്തിൽ വെച്ച് ശൂരപത്മനെ സംഹരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശൂരപത്മനെ ഭഗവാൻ സംഹരിച്ചില്ല. ശൂരസംഹാരം നടന്നിട്ടില്ല. സ്കന്ദഷഷ്ടി നമ്മൾ ആഘോഷിക്കുന്ന ശൂരപത്മന് മേൽ ഭഗവാൻ നേടിയ വിജയത്തെക്കുറിച്ചാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ശൂരസംഹാരം ഭഗവാൻ നടത്തിയത് ശൂരനെ 2ആയി മുറിച്ചിട്ട് ശൂരൻ്റെ ഒരു ഭാഗം തൻ്റെ വാഹനമായ മയിലാക്കി മാറ്റി, മറ്റൊരു ഭാഗം തൻ്റെ കൊടിയടയാളമായ കോഴിയാക്കി മാറ്റി. അതായത് തൻ്റെ ശത്രുവിനെ പോലും ചേർത്തു നിർത്തുന്ന ഒരു സ്വഭാവം ഭഗവാൻ മുരുകനുണ്ടായിരുന്നു. ശത്രുവിനെ തൻ്റെ മിത്രമാക്കി തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെയൊക്കെ വലിയ അതിക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ബംഗ്ലാദേശ് സർക്കാർ ഇടയ്ക്ക് ചോദിക്കും, നരേന്ദ്രമോദി സാഹിബ് ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല, വിശക്കുന്നു, കുറച്ച് അരി തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു 50,000 ടൺ അരി കൊടുക്കും. ഇതെന്തൊരു മര്യാദ കേടാ! നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ സഹോദരങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തെ അവർക്ക് കഴിക്കാനുള്ള അരി ഇന്ത്യയോട് ചോദിക്കുമ്പോൾ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ മുരുകനെ ഓർക്കും. ശത്രുവായ ശൂരനെ സംഹരിക്കുന്നതിന് പകരം 2ആയി മുറിച്ച് തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയ ഭഗവാൻ മുരുകനാണ് മോദിയെ നയിക്കുന്നതെന്ന് ഒരുപാട് തവണ രജിത്ജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. മോദിജിയെ നയിക്കുന്നത് മുരുകൻ്റെ തത്വങ്ങളാണെന്ന് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി പറഞ്ഞത് LMRK ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഈ മുരുകയുഗം ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം കേരളത്തിൽ വ്യാപകമായി മുരുകൻ്റെ പേരിലുള്ള സത്സംഗങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്ക് ഒരു വിജയം നേടണം. ഇന്ത്യ എന്താ ആഗ്രഹിക്കുന്നത്? ഇന്ത്യ ആഗ്രഹിക്കുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘം പറയുന്നു, ഇന്ത്യ ലോക ഗുരുവായി മാറണം, വിശ്വഗുരുവായി ഭാരതത്തെ മാറ്റണം. നമ്മുടെയൊക്കെ ലക്ഷ്യമാണ്. നമ്മളങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ആഗ്രഹം? നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ലോക ഗുരുവാവുകയാണ്. നമുക്കെന്ത് വേണം? നമുക്ക് ഒരു മനുഷ്യന്, ഒരു രാജ്യത്തിന്, ഒരു സമുദായത്തിന്, ഒരു സമാജത്തിന് വികസിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്കൊരു ഇച്ഛ വേണം, ആഗ്രഹം വേണം, അല്ലേ? നമ്മൾ എന്തു ചെയ്യണമെങ്കിലും നമുക്കൊരാഗ്രഹം വേണം. എനിക്ക് ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുക, എനിക്ക് പരീക്ഷയിൽ 1ാമതാവണം, 1ാമത്തെ റാങ്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആഗ്രഹം വന്നു, ഇച്ഛ വേണം. പിന്നെ എന്ത് വേണം? ആ ഇച്ഛ സാധ്യതമാക്കാനുള്ള ക്രിയ വേണം, അതിനുള്ള പ്രവൃത്തി വേണം. ഈ ക്രിയ എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ള അറിവ് വേണം. അപ്പോൾ ഇച്ഛാശക്തി വേണം, ക്രിയാശക്തി വേണം, ജ്ഞാനശക്തി വേണം. നോക്കൂ, ഇച്ഛയും ക്രിയയും ജ്ഞാനവും, ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഒരുപോലെ സമ്മേളിച്ചിട്ടുള്ള നമ്മുടെ ഒരു ദൈവസങ്കല്പം മുരുകനാണ്. മുരുകൻ്റെ കൂടെ 3 കാര്യങ്ങളുണ്ട്. വള്ളിയുണ്ട്, ദേവയാനിയുണ്ട്, പിന്നെ വേലുണ്ട്. വള്ളി ഇച്ഛയാണ്, ഇച്ഛാശക്തിയാണ്. ദേവയാനി ക്രിയാശക്തിയാണ്. വേലിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താ? വേല്
ഒരു കൂർത്ത ഒരു ഭാഗം, പിന്നെ ഒരു ദണ്ട്. ഇതാണ് വേലെന്നാണ് നമ്മൾ കരുതുന്നത്. അതല്ല വേല്. വേലെങ്ങനെയാണ് മുരുകന്റെ കയ്യിൽ വന്നതെന്ന് അറിയാമോ? വേല് കയ്യിലുള്ളത് കൊണ്ട് ഭഗവാൻ മുരുകനെ വേലായുധൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ വേല് മുരുകന് കൊടുത്തത് പരാശക്തിയായ പാർവതി ദേവി തൻ്റെ പരാശക്തിയുടെ ഒരു ഭാഗം എടുത്ത് പുത്രന് കൊടുത്തതാണ് വേല്. വേലിന് 3 ഭാഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നീളത്തിലുള്ളൊരു ദണ്ട്. ഈ വേല് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ജ്ഞാനം എങ്ങനെയായിരിക്കണം? ജ്ഞാനം നീളത്തിലുള്ളതായിരിക്കണം, ആഴത്തിലുള്ളതായിരിക്കണം. അതാണ് വേലിൻ്റെ ദണ്ടു പറയുന്നത്. പിന്നെ ജ്ഞാനം എന്തായിരിക്കണം? ജ്ഞാനം വേലിൻ്റെ മുഖം പോലെ പരന്നതായിരിക്കണം. വിസ്തൃതമായ അറിവുണ്ടാവണം. ചെറിയ അറിവ് പോരാ, നമുക്ക് വിശാലമായ അറിവുണ്ടാവണം. അതാണ് മുരുകൻ്റെ കയ്യിലുള്ള വേലിൻ്റെ പരന്ന ഭാഗം പറയുന്നത്. ഇനി വേലിന് ഒരു ഭാഗം കൂടിയുണ്ട്, ആ കൂർത്ത ഭാഗം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ മുരുകൻ്റെ ചിത്രമുണ്ടെങ്കിൽ നോക്കുക, വേല് നോക്കണം. നീളത്തിലുള്ള ഭാഗം, പരന്ന ഭാഗം, കൂർത്ത ഭാഗം. കൂർത്ത ഭാഗം എന്താണ്? കൃത്യതയാണ്, സൂക്ഷ്മതയാണ്, ഫോക്കസാണ്. അപ്പൊ നമുക്ക് അറിവുണ്ടായ പോരാ, ആഴത്തിലുള്ള അറിവ് വേണം, വിസ്തൃതമായ അറിവ് വേണം, അത് സൂക്ഷ്മത ആയിരിക്കണം, അതിനൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ഇപ്പോൾ ഭാരതം ഈ പറഞ്ഞതുപോലെ ഭാരതം ലോക ഗുരുവാകാൻ, വിശ്വഗുരുവാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള പദ്ധതി വേണം, പ്രവൃത്തി വേണം, അതിനുള്ള അറിവ് വേണം. നോക്കൂ, നമ്മുടെ രാജ്യം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഒരു പതിറ്റാണ്ടായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം ഇതാണ്. നമ്മൾ അറിവിൻ്റെ കേദാരഭൂമിയായിരുന്ന ഭാരതത്തെ, വിജ്ഞാനത്തിൻ്റെ കേദാരഭൂമിയായിരുന്ന ഭാരതത്തെ തിരിച്ചു പിടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഭീമൻ ഇന്ത്യ രാജ്യത്തെ ഞെരുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉപരോധം ഏർപ്പെടുത്തുന്നു, താരിഫ് ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഞെരിക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പതറുന്നില്ല, ഇടറുന്നില്ല, ഭയപ്പെടുന്നില്ല. എന്താ ട്രംപ് പറയുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു, മോദി എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ 3 വെള്ളിയാഴ്ച കാത്തിരുന്നു, മോദി എന്നെ വിളിക്കുന്നില്ല, മോദിക്ക് വിളിക്കാൻ സൗകര്യമില്ല. നോക്കൂ, അമേരിക്കയുടെ പ്രസിഡന്റ് ഒന്ന് വിളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നില്ല. ട്രംപ് പറഞ്ഞു, ഞാൻ 3 തവണ മോദിയെ അങ്ങോട്ട് വിളിച്ചു, മോദി ഫോൺ എടുത്തില്ല. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ 2 തവണ മോദിയെ വിളിച്ചു, വരുന്ന വഴിക്കൊന്ന് വാഷിങ്ടണിൽ ഇറങ്ങിയിട്ട് പോകും, ന്യൂയോർക്കിൽ ഇറങ്ങിയിട്ട് പോകുന്നു, മോദി ചെന്നില്ല. ഒരു തവണ വിളിച്ചപ്പോൾ മോദി പറഞ്ഞു, എനിക്ക് എൻ്റെ പുരി ജഗന്നാഥൻ്റെ അടുത്ത് പോകണം, എനിക്ക് ഒഡീഷയിൽ ജഗന്നാഥനെ കാണാൻ പോകണം. മോദി ആര്? എനിക്ക് പുരി പോകണം എന്ന് പറഞ്ഞിട്ട് മോദി ജഗന്നാഥൻ്റെ രഥോത്സവത്തിന് പോയി. ഇതാണ് നരേന്ദ്രമോദി. അപ്പോൾ ലോകത്തിന് മുന്നിൽ നമ്മൾ കൃത്യമായി തലയെടുപ്പോടെ നിൽക്കുകയാണ്. കാരണം നരേന്ദ്രമോദിയുടെ മനസ്സിൽ മുരുകൻ്റെ വേലുണ്ട്. മുരുകൻ്റെ വേലുണ്ട്. ഇവിടെ നിന്ന് നോക്കൂ, വളരെ യാദൃശ്ചികമൊന്നുമല്ല. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പൂജിച്ച ചെങ്കോല് കൊണ്ടുപോയി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചത്? നരേന്ദ്രമോദിക്കറിയാം. നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കേവലം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. നോസ്ട്രഡാംസിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരാൾ ഇന്ത്യയിൽ വരും, ഒരു സന്യാസിയെ പോലെ ഒരാൾ വന്ന് ഈ രാജ്യത്തെ ലോകത്തിന്റെ പരമോന്നതിയിലെത്തിക്കാൻ പ്രാപ്തനായ സന്യാസതുല്യനായ ഒരാൾ വരും. എന്നിട്ട് അദ്ദേഹം പിന്നീട് ഹിമാലയത്തിലേക്ക് പോകുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫ്രഞ്ചുകാരനായ നോസ്ട്രഡാംസ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, ഭാരതം അതിൻ്റെ പരമ ശ്രേഷ്ഠതയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. നമ്മളെ നയിക്കാൻ പരമ യോഗ്യനായ ഒരു ഋഷി തുല്യനായ ഒരു രാജാവ് നമുക്കുണ്ടായിരിക്കുന്നു. രാജ്യത്തെ നയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ രാജാവ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ എന്ത് ജനാധിപത്യമല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല, രാജ്യത്തെ നയിക്കുന്നവനാണ് രാജാവ്. അങ്ങനെ ഒരു രാജ്യാധികാരിയുടെ കീഴിൽ കഴിയുന്ന നമ്മൾ എത്രമാത്രം ശ്രേഷ്ഠമായ സാഹചര്യത്തിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നില്ല, ഓം എന്ന് നമ്മൾ പറയുന്നു, പ്രണവ മന്ത്രമാണല്ലോ. ഓമിൻ്റെ അർത്ഥം ഭഗവാൻ മുരുകൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഭഗവാന് തോന്നി, എന്താണ് ഓം എന്ന് പറഞ്ഞാൽ പ്രണവ മന്ത്രത്തിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ ഒരാൾ വളരെ സ്വസ്ഥമായിട്ട് ഒരിടത്തിരിപ്പുണ്ട്. പുള്ളിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഓമിൻ്റെ അർത്ഥം പറഞ്ഞു തരണം, അല്ല അതിവിടെ നനങ്ങാൻ പാടില്ല. ആരോടാ പറഞ്ഞെന്നറിയോ? ബ്രഹ്മദേവനോട്. ബ്രഹ്മാവിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകണ്ട, എനിക്ക് പ്രണവ മന്ത്രത്തിൻ്റെ പൊരുൾ പറഞ്ഞു തന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവൻ ഭഗവാൻ മുരുകന് പ്രണവ മന്ത്രത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മുരുകൻ നേരെ കൈലാസത്തിൽ വന്നു. കൈലാസത്തിൽ വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അറിയാമോ ഈ പ്രണവത്തിൻ്റെ പൊരുൾ? അപ്പോൾ പറഞ്ഞു, മോനെ എനിക്കറിയില്ല, നീ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓങ്കാരത്തിൻ്റെ പൊരുൾ മുരുകൻ
മഹാദേവർ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് തമിഴൻ മുരുകനെ തകപ്പൻ സ്വാമി എന്ന് വിളിക്കും. തകപ്പൻ സ്വാമി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഗുരു എന്നാണ്. നോക്കൂ, നമ്മളൊക്കെ ഏറ്റവും വലിയ പൊസിഷനിൽ സ്ഥാനത്ത് കാണുന്നത് നമ്മുടെ പിതാവിനെയാണ്. ഈ പിതാവിനെ വിദ്യ അഭ്യസിച്ചു കൊടുത്ത ആളാണ് ഭഗവാൻ മുരുകൻ. അപ്പോൾ മുരുകന് ഒരുപാട് ഭാവങ്ങൾ, അറിവിൻ്റെ കേദാരമാണ്. അത് നേരത്തെ SG പറഞ്ഞതുപോലെ, അല്ല GK പറഞ്ഞതുപോലെ, ഈ ജ്ഞാനപ്പഴത്തിൻ്റെ മുരുകൻ, അതോ സനോജാണോ പറഞ്ഞത്? GK ആണ് പറഞ്ഞത്. ജ്ഞാനപ്പഴം കിട്ടിയപ്പോൾ ലോകം ചുറ്റി വരാൻ പറഞ്ഞു. ലോകം ചുറ്റി വരാൻ പറഞ്ഞപ്പോൾ നിഷ്കളങ്കരായ മുരുകൻ മയിലിൻ്റെ പുറത്ത് കയറി സമസ്ത ലോകങ്ങളും തിരിച്ചു വന്നപ്പോൾ ഗണപതി അച്ഛനെയും അമ്മയും 3 വലം വെച്ചിട്ട് അച്ഛനും അമ്മയും അല്ലാതെ എനിക്ക് ലോകം വേറെ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ജ്ഞാനപ്പഴം മേടിച്ച്, ഒറ്റ പഴമുള്ളൂ, നാരദർ കൊണ്ട് കൊടുത്ത പഴം. നാരദർ കൊടുക്കുമ്പോൾ അതിന് ഉദ്ദേശം കൊണ്ട് ഇവരെ തമ്മിലൊന്ന് അടുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെ നാരദർക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ പഴം കഴിച്ചിട്ടിരിക്കുന്ന ഗണപതിയെ കണ്ട് മുരുകന് ദേഷ്യം വന്നു. ഞാൻ ക്രിയാപദ്ധതിയുടെ ആളാണ്, ഞാൻ കർമ്മം ചെയ്തു, ഞാൻ ലോകം മുഴുവൻ ചുറ്റി, എന്നിട്ട് ഇവിടെ ഒരുത്തനിരുന്ന് എൻ്റെ പഴം തട്ടിയെടുത്തിരിക്കുന്നു. അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയി. ആദ്യം പോയത് തമിഴ്നാട്ടിലെ ഒരു മലയിലാണ്. ആ മലയിൽ നിന്നിട്ട് പറഞ്ഞു പഴം നീ അപ്പ എന്ന് പാട്ടില്ലേ, അങ്ങനെ പഴം നീ അപ്പ എന്ന്, നീയാണ് ലോകം, ഈശ്വരന്മാർ മുരുകനോട് പിണങ്ങിയിരിക്കുന്ന മുരുകനോട് പറഞ്ഞു പഴം നീ തന്നെയാണ്. എന്ത് പഴം? ജ്ഞാനപ്പഴം. പഴം നീ അപ്പ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ മലയ്ക്ക് പഴനി എന്ന് പേര് വീണത്, പഴനി മല. പക്ഷേ മുരുകന്റെ സങ്കടം അവിടെയും തീർന്നില്ല. മുരുകൻ നേരെ അവിടുന്ന് പോയി. പോയിട്ട് ഉത്തരാഖണ്ഡിലുള്ള ക്രൗഞ്ച മലയിലെത്തിയിട്ട് ഭഗവാനെ കുറിച്ചുള്ള ഏറ്റവും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു. അതായത് ക്രൗഞ്ച മലയിലെത്തിയിട്ട് ഭഗവാന് വലിയ സങ്കടമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ശരീരം എന്ന് പറയുന്നത്, എൻ്റെ ശരീരത്തിലെ രക്തം എന്ന് പറയുന്നത്, എൻ്റെ ശരീരത്തിലെ മാംസം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കൾ തന്നതാണ്, ഞാൻ അവർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശരീരം, രക്തവും മാംസവും ഭഗവാൻ ക്രൗഞ്ച മലയിൽ വെച്ച് ഉപേക്ഷിച്ചു എന്നൊരു വിശ്വാസം ഉത്തരേന്ത്യയിലുണ്ട്. ഉത്തരാഖണ്ഡിൽ ഒരു അതിപ്രശസ്തമായ ഒരു കാർത്തികേയ ക്ഷേത്രമുണ്ട്. ആ കാർത്തികേയ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ഭഗവാന്റെ ഭൗതിക ശരീരത്തിലെ അസ്ഥികളാണ് എന്നാണ് പറയുന്നത്. അവിടെ പോയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്, അപൂർവം ചില ആളുകൾ ഇവിടെ പോയിട്ടുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ മലയാളികൾക്ക് അറിഞ്ഞുകൂടാത്തൊരു സങ്കല്പമാണ്. അപ്പോൾ മുരുകൻ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയുടെ മാത്രം ഒരു ദൈവമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ കാർത്തികേയ ക്ഷേത്രം ഏതാണ്ട് 10,000-ലേറെ അടി മുകളിൽ, അവിടെ നിന്നാൽ 360 ഡിഗ്രിയിൽ എല്ലാ പ്രധാനപ്പെട്ട ഹിമാലയത്തിലെ എല്ലാ മലകളും കാണാവുന്ന ഒരു കാർത്തികേയ ക്ഷേത്രം ഉത്തരാഖണ്ഡിലുണ്ട്. ഇനി പുൽവാമ, കാശ്മീരിലെ പുൽവാമയിലെ പയർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു കാർത്തികേയ ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ തിരുച്ചെന്തൂരിനെ കുറിച്ച് പറഞ്ഞു, കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മുരുകൻ എന്ന് പറയുന്നത് GK പറഞ്ഞു, ലോകത്തിൻ്റെ പല ഭാഗത്ത് യസീദികളുടെ മയിൽ ദേവന്, ലോകത്തുമെമ്പാടും മുരുകസങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് കാശ്മീരം മുതൽ കന്യാകുമാരി വരെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് മുരുകൻ. എന്തുകൊണ്ടാണ് ഈ മുരുകൻ്റെ ഒരു പ്രഭവസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രഭാവം വടക്കേ ഇന്ത്യയിൽ കുറഞ്ഞു പോയത് എന്ന് GK പറഞ്ഞിട്ടുണ്ട്. ബൗദ്ധ ഒരു സന്നിവേശമുണ്ടാക്കി ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇന്ത്യക്ക് വന്നിട്ടുള്ള ചില മൂല്യച്യുതികളുണ്ടല്ലോ. നമ്മൾ പറയും, മഹാനായ അശോക ചക്രവർത്തി യുദ്ധം കഴിഞ്ഞപ്പോൾ രണഭൂമിയിൽ കിടക്കുന്ന ജഡങ്ങളും ചോരയും നിലവിളിയും ഒക്കെ കണ്ട് ആയുധമങ്ങ് താഴെ വെച്ച് തൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകളെ, സംഘമിത്ര ഉൾപ്പെടെയുള്ള ആളുകളെ ബുദ്ധ മതത്തിൻ്റെ പ്രചാരണാർത്ഥം ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അയച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ പഠിക്കും. പക്ഷേ അതിൻ്റെ അപകടം എന്താണ്? അശോക ചക്രവർത്തി ആയുധം താഴെ വച്ചതിന് ശേഷം ഭാരതം നഷ്ടപ്പെട്ടു പോയി. ഭാരതത്തിലേക്ക് വൈദേശിക ശക്തികൾ, ഇസ്ലാമിക ശക്തികൾ ഒക്കെ ഭാരതത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഭാരതീയൻ ഹിന്ദു അവൻ്റെ ആയുധം താഴെ വച്ചതിന് ശേഷമാണ്. ബുദ്ധമതം നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായത് എന്ന സത്യം നമ്മൾ പറയാതിരുന്നുകൂടാ. പിന്നീട് ആചാര്യസ്വാമികളുടെ ഇടപെടലിൻ്റെ ഭാഗമായി അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീരം വരെയുള്ള സഞ്ചാരത്തിലൂടെ ഹൈന്ദവ പുനരുജ്ജീവനവും നവോത്ഥാനവും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഹിന്ദു അവൻ്റെ ക്ഷാത്രവീര്യത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ബുദ്ധനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ബുദ്ധൻ്റെ വിഗ്രഹവും പടമൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഭഗവാൻ ബുദ്ധനെ ഇന്ത്യക്കാരൻ ആത്മാവിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ സംസ്കൃതിക്ക്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ പരമവൈഭവത്തിന് സംഭവിച്ച അപകടം എത്ര വലുതായിരുന്നു അറിയണം. നമ്മൾ എന്ന് നമ്മുടെ ആയുധം താഴെ വെച്ചോ അന്ന് നമുക്ക് നമ്മുടെ ഭാരതം നഷ്ടപ്പെട്ടു. ഗാന്ധാരം
GK പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഗാന്ധാരിയുടെ ജന്മദേശമാണ്. ഗാന്ധാരം പോയി, നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ, ശ്രീലങ്ക പോയി, എല്ലാം പോയി, എല്ലാം ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അഖണ്ഡ ഭാരതം എന്നുള്ള സങ്കല്പം തന്നെ, സങ്കല്പമല്ല യാഥാർത്ഥ്യം തന്നെ നഷ്ടപ്പെടുത്തിയത് ബുദ്ധമതത്തിന്റെ അധിനിവേശമാണ്. അതുകൊണ്ട് ഭഗവാൻ ബുദ്ധന്റെ പടം വീട്ടിൽ വെക്കുമ്പോൾ ആലോചിക്കണം, കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ 40% താഴത്തോട്ടായിക്കൊണ്ടിരിക്കുക. നമ്മളെ വെട്ടാൻ വാളുമായി ആളുകൾ നിൽക്കുന്ന കാലത്ത് നമ്മുടെ വീട്ടിലുള്ള പേനാക്കത്തി പോലും എടുത്ത് അറബിക്കടലിൽ കളഞ്ഞ ബുദ്ധനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ തല വെട്ടി എടുത്തുകൊണ്ട് ആളുകൾ പോകും. ഇപ്പോൾ GK പറഞ്ഞ മറ്റൊന്നുകൂടെ പറയാം. നമ്മൾ ബുദ്ധനെ കുറിച്ച് പറയുമ്പോൾ തിരുപ്പറംകുன்றത്തെക്കുറിച്ച് പറയണം. ഭഗവാന്റെ 6 പടവീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുപ്പറംകുன்றம், മധുരയ്ക്കടുത്തുള്ള തിരുപ്പറംകുன்றம். തിരുപ്പറംകുன்றത്ത് വെച്ചിട്ടാണ് ഭഗവാൻ ദേവയാനിയെ വിവാഹം കഴിച്ചത്. എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ ആയിരത്താണ്ടുകളായി ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിധങ്ങളിലൊന്നാണ് ആ മലമുകളിലുള്ള മുരുകന്റെ ക്ഷേത്രം. അതിന് താഴെ ഒരു ജൈനമത ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു, ജൈന ക്ഷേത്രമുണ്ട്. അപ്പോൾ സമീപകാലത്ത് എന്താ നടന്നത്? മലയാളി കേരളത്തിൽ നിന്നും ആണ് ഈ തിരുപ്പറംകുன்றത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം കേരളമായിരുന്നു. പാലക്കാട് നിന്നുള്ള ഒരു 6 പേർ 2024 ആദ്യം അവിടെ തിരുപ്പറംകുன்றம் മലയിലേക്ക് മാംസവുമായിട്ട് പോയി, മാംസാഹാരവുമായി പോയി. തിരുപ്പറംകുன்றம் മലയുടെ മുകളിൽ ഒരു സിക്കന്ദർ ദർഗയുണ്ട്. സിക്കന്ദർ ദർഗ എന്ന് പറയുമ്പോൾ ഞാൻ GKയോട് പറഞ്ഞു, നിങ്ങളത് ഇത്തിരി മയപ്പെടുത്തിയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മയപ്പെടുത്തി ഞാൻ മയപ്പെടുത്താതെ പറയാം. ആരാണ് ഈ സിക്കന്ദർ ബാദുഷ? സിക്കന്ദർ ബാദുഷ എന്ന് പറയുന്നത് ഖിൽജിയുടെ പടനായകനായിരുന്നു. ഖിൽജിയുടെ പടനായകനായിരുന്ന ഇയാൾ, കമാൻഡർ ആയിരുന്ന ഇയാൾ തമിഴ്നാട് കീഴ്പ്പെടുത്താൻ വന്നു. മധുര കീഴടക്കിയിട്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ മുഴുവൻ മാനഭംഗപ്പെടുത്തി, ഹിന്ദുക്കളെ തലയറുത്തു വെട്ടി നിരത്തി. മധുരയിലെ തെരുവുകളിൽ മുഴുവൻ ചോരയായിരുന്നു സിക്കന്ദർ ബാദുഷയുടെ കാലത്ത്. ഖിൽജി പറഞ്ഞയച്ച ആൾ പിന്നീട് മധുരയുടെ സുൽത്താനായി. മതം മാറുക, വാള് വെച്ചിട്ട് മതം മാറുക, അല്ല നിന്റെ തല എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നത് കണ്ട് മനം മടുത്ത് ഹൃദയം പൊട്ടിയ വിജയനഗര ചക്രവർത്തി തൻ്റെ പട്ടാളത്തെ മധുരയിലേക്ക് അയച്ചു. അങ്ങനെ സിക്കന്ദർ ബാദുഷയുടെ കിരാത പ്രാകൃത സൈന്യത്തെ, സേനയെ പരാജയപ്പെടുത്തി. ആ സിക്കന്ദർ ബാദുഷ ഓടി പ്രാണം രക്ഷിക്കാൻ ഭഗവാൻ ഇരിക്കുന്ന തിരുപ്പറംകുன்றம் മലയുടെ മുകളിൽ വന്ന് ഒരു പാറയുടെ വിടവിൽ ഒളിച്ചിരുന്നു. പക്ഷേ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പോരാളികൾ അയാളെ അവിടെ വെച്ച് വധിച്ചു. അത് 2 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. പിന്നെന്താ സംഭവിച്ചത്? ഹിന്ദുക്കളെ കൊല ചെയ്ത സിക്കന്ദർ ബാദുഷയുടെ പേരിൽ ഈ തിരുപ്പറംകുன்றம் മലയിൽ ഒരു ദർഗയുണ്ടാക്കി. കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക? ഇപ്പൊ അവിടെ എന്താണെന്നറിയോ? ഭഗവാന്റെ തിരുപ്പറംകുன்றம் ക്ഷേത്രം കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഒരു കൂറ്റൻ മസ്ജിദാണ്, മോസ്കാണ്. ആ മോസ്കിന്റെ പേരിലുണ്ടായ തർക്കം നിങ്ങൾ അറിയണം. 1921 ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രിവി കൗൺസിൽ പറഞ്ഞു തിരുപ്പറംകുன்றம், അന്ന് തർക്കം ഉണ്ടായി. അന്ന് മുതലേ ഇവർ ഇന്ന് തുടങ്ങിയ പണിയല്ലത്. അന്നേ ഇവർ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു ഈ മല ഞങ്ങളുടെയാണ്, വക്കഫാന്ന് പറഞ്ഞു. പക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1921 പ്രിവി കൗൺസിൽ, അന്ന് സുപ്രീം കോടതി ഇല്ല, പ്രിവി കൗൺസിൽ പറഞ്ഞു അതൊന്നുമല്ല, ഇത് തിരുപ്പറംകുன்றമാണ്, മുരുകന്റെ മലയാണെന്ന് പറഞ്ഞു. പിന്നെ സംഭവിക്കുന്നത് സമീപകാലത്ത് മലയാളികൾ അവിടെ പോയിട്ട്, കഴിഞ്ഞ വർഷം ആദ്യമാണ് മലയാളികൾ അവിടെ പോയി ഈ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെ, മലയാളി എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ സമുദായം പാർട്ടി ഒന്നും പറഞ്ഞില്ല, അവരവിടെ ചെന്നിട്ട് ഈ സിക്കന്ദർ ദർഗയുടെ മുന്നിൽ മാംസാഹാരം വിളമ്പാൻ തുടങ്ങി. ഞങ്ങളുടെ ദർഗയിലാണ്, മുരുകന്റെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദർഗയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടായി, ഇവരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് കഴിഞ്ഞ ജനുവരിയിൽ തമിഴ്നാട്ടുകാരനായ ഒരാൾ ഒരു പറ്റം ആടുകളെയും തെളിച്ച് തിരുപ്പറംകുன்றம் മലയിലേക്ക് പോയി. എന്തിനാണെന്നറിയോ? അവിടെ വെച്ച് ബലി നടത്തണം, ആടിനെ വെട്ടണം, കശാപ്പ് ചെയ്യണം. അതിനെ കോടതി തടഞ്ഞു. അവിടുത്തെ BJPയും RSSും അടക്കമുള്ള ഹിന്ദു സംഘടനകൾ എല്ലാം കൂടെ ചേർന്ന് പ്രതിഷേധിച്ചു. വലിയ പ്രക്ഷോഭമായി. അതിനുശേഷം ഉണ്ടായത് എന്താ? ഇപ്പോൾ കാർത്തിക കഴിഞ്ഞതേ ഉള്ളൂ. കാർത്തിക ദിനത്തിൽ തിരുപ്പറംകുன்றம் മലയിൽ കാർത്തിക ദീപം തെളിക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റാലിൻ്റെ സർക്കാർ പറഞ്ഞു അവിടെ തെളിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ അവിടെ വിളക്ക് തെളിച്ചാൽ അപ്പുറത്തിരിക്കുന്ന മസ്ജിദിലുള്ളവരുടെ മതവികാരം വ്രണപ്പെടും. നമ്മൾ മലപ്പുറത്ത് കുംഭമേള നടത്തിയാൽ മതവികാരം വ്രണപ്പെടും എന്ന് പറഞ്ഞ് നിരോധിച്ചില്ലേ? ഹിന്ദുക്കൾ അവരുടെ പവിത്രമായ ത്രിവേണി സംഗമമുള്ള തിരുനാവായയിൽ വന്ന് കുംഭമേള 250 വർഷം മുമ്പ് ഉണ്ടായിരുന്നു കേരളത്തിൽ കുംഭമേള. ആ കുംഭമേള പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി തിരുനാവായിലെ
പവിത്രമായ ത്രിവേണി സംഗമത്തിൽ ഹിന്ദുക്കൾ സ്നാനം ചെയ്താൽ മലപ്പുറത്തുകാരുടെ മതമല്ല ഞാൻ പറയുന്നത്, മതക്കുരു, ആനയ്ക്ക് പൊട്ടുന്ന മതമില്ലേ, ആ കുരു പൊട്ടുമെന്ന് പറഞ്ഞ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് നോക്കൂ, ഹിന്ദുവിന് അവൻ്റെ നാട്ടിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് അവൻ്റെ ക്ഷേത്രത്തിൽ, മുരുകൻ്റെ ക്ഷേത്രത്തിൽ ഒരു കാർത്തിക വിളക്ക് തെളിക്കാൻ സ്വാതന്ത്ര്യമില്ല. നമ്മൾ പറയും ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണെന്ന്. നമ്മുടെ രാജ്യത്തെ സ്ഥിതി ഇതാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇവിടുത്തെ വേറൊരു വിഭാഗമാണ്. അവരുടെ കൂടെയാണ് ഭരണം. തമിഴ്നാട്ടിൽ പോലെയുള്ള സ്ഥലങ്ങൾ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടുത്തെ ഹൈക്കോടതി പറഞ്ഞു, അവിടുത്തെ കാർത്തിക ദീപം, ആ വിളക്ക് തൂണിൽ കാർത്തിക ദീപം കൊളുത്താം എന്ന് പറഞ്ഞു. ആ ജഡ്ജിയെ ജസ്റ്റിസ് സ്വാമിനാഥൻ എന്ന് പറയുന്ന ജഡ്ജി അനുവദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയിലും ഒക്കെപ്പെട്ട എംപിമാരെല്ലാം കൂടി പാർലമെന്റിൽ നോട്ടീസ് കൊടുത്തിരിക്കുക, ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം. 1000 ആണ്ടുകൾ പഴക്കമുള്ള മുരുകന്റെ ക്ഷേത്രത്തിൽ കാർത്തിക ദിവസം വിളക്ക് കൊളുത്താൻ ഉത്തരവിട്ട ഹിന്ദു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിമാരുൾപ്പെടെ ഇംപീച്ച്മെന്റിന് നോട്ടീസ് കൊടുത്തു. നോക്കൂ, ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ, മുരുകന്റെ ക്ഷേത്രത്തിൽ തൃക്കാർത്തികയ്ക്ക് വിളക്ക് കൊളുത്താൻ ഹിന്ദുവിന് അനുമതി കൊടുത്ത ജഡ്ജിയെ പുറത്താക്കണമെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഈ മുരുകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് പറയാതെ എങ്ങനെ മുന്നോട്ട് പോകും? ഇത് ഉറപ്പായും നമ്മൾ പറയണം. എന്നിട്ട് എന്ത് ചെയ്തു? ഡിവിഷൻ ബെഞ്ച് വന്നു. സിംഗിൾ ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരാള്. ഡിവിഷൻ ബെഞ്ചിൽ തമിഴ്നാട് സർക്കാർ അപ്പീൽ കൊടുത്തു. തമിഴ്നാട് സർക്കാർ അപ്പോൾ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു, എന്താണ്, അങ്ങനെ തന്നെയാണ്, ഈ തിരുപ്പറംകുന്നം മല മുരുകന്റെ മലയാണ്, അവിടെ കാർത്തിക വിളക്ക് കൊളുത്തും, ഈ ദീപത്തൂണ് ഹിന്ദുവിന്റെയാണ്, മുരുകന്റെയാണെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും വിധി പറഞ്ഞു. തമിഴ്നാട് സർക്കാർ നിർത്തിയില്ല. സ്റ്റാലിൻ എന്ത് ചെയ്തിരിക്കുകയെന്നറിയോ? സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുക. കേരളത്തിലെ സർക്കാർ നമ്മുടെ പുണ്യ പൂങ്കാവനത്തിന്റെ ഭാഗമായ ശബരിമല സന്നിധാനം തകർക്കാൻ എങ്ങനെ ശ്രമിച്ചോ അതുപോലെ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ മുരുകൻ ഇതിനൊക്കെയുള്ള ഉത്തരം കരുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത്, മുരുകനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മുരുകനെ ആരാധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നു കൂടുന്നുണ്ട്. നമ്മൾ കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ, ഞാൻ LMRKയുടെ പല പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പഴനിയിലുമൊക്കെ നമ്മൾ പരിപാടി നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഭഗവാൻ മുരുകൻ്റെ വിളികേറ്റ് അവിടെ വന്നിരുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കണം, നമുക്കിനി എത്ര നാൾ നമ്മുടെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയും? നമുക്ക് എത്ര നാൾ ഇനി നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു വിളക്ക് കൊളുത്താൻ കഴിയും? നമ്മളിത് കാണാതിരുന്നിട്ട് കാര്യമില്ല. ഞാൻ മുമ്പ് പല മീറ്റിങ്ങുകളിലും ഞാൻ പറയും, LMRKയുടെ വേദികളിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുറിക്കുള്ളിൽ വന്നു നിൽക്കുകയാണ് നമ്മളെ തടയാൻ, നമ്മളെ ക്രഷ് ചെയ്യാൻ, നമ്മളെ ചവിട്ടി അരയ്ക്കാൻ ഒരു വലിയ ആന. നമ്മൾ കാണുന്നില്ല. നമ്മൾ അതിഭീകരമായ അവസ്ഥയിലാണ്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഭൂരിപക്ഷം ജനത നമ്മളാണ്. പക്ഷെ കേരളത്തിൽ നമ്മൾ ഭൂരിപക്ഷമല്ല. കേരളത്തിൽ നമുക്ക് വേണ്ടി കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരും കേരളത്തിലെ 40%-നും 50%-നും ഇടയ്ക്ക്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, 50% ഒന്നും ഇല്ലെന്നേ. കേരളത്തിൽ ഇപ്പോൾ 40%-ഓളം വേറെ ആളുകൾ വന്നു. നമ്മളും മറ്റൊരു കൂട്ടരൂടെ ചേർന്നാലേ 50% വരുള്ളൂ. ഇപ്പോൾ അവർ കുംഭമേള നിരോധിക്കും, നാളെ നിന്റെ അമ്പലത്തിൽ നീ പോകണ്ടെന്ന് പറയും. അങ്ങനെ കാര്യങ്ങൾ മാറുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നത്. നമ്മളിപ്പോഴും മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, നമ്മൾ ഹിന്ദു ആണെന്ന് പറയാവോ? ഞാനൊരു ചന്ദനക്കുറി തൊട്ടാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ജോസഫിനും സുലൈമാനും എന്ത് തോന്നും എന്നൊക്കെ കരുതുന്ന ആളുകളാണ്. നമ്മളൊരു പൊതുപരിപാടി പോകുമ്പോൾ ചന്ദനക്കുറി തൊട്ട് നമ്മൾ പോവാറില്ല. നമ്മുടെ വീട്ടിൽ ഒരു സന്ധ്യാദീപം കൊളുത്തിയാൽ, നമ്മൾ വൈകിട്ടിരുന്ന് നാമം ജപിച്ചാൽ അപ്പുറത്തുള്ള ക്രിസ്ത്യാനിക്ക്, അപ്പുറത്തുള്ള മറ്റു മതക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? അതുകൊണ്ട് മനസ്സിൽ ജപിച്ചാൽ മതി എന്ന് തീരുമാനിക്കും. പിന്നെ മനജപവും നിർത്തും. ഇങ്ങനെ നമ്മളങ്ങനെ വല്ലാതെ മാറി നമുക്ക് മതമില്ലാതെ, വിശ്വാസമില്ലാതെ, നമ്മൾ ആരുമല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇതുപോലെയുള്ള മുരുക ഭക്ത സംഗമമൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഒരു ഭക്തന്മാരുടെ വേദിയിലാണോ ഇങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിച്ചാൽ ഇവിടെയല്ലാതെ പിന്നെ എവിടെയാ പറയുക? ഇവിടെയാണിത് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയും. ഇതിൻ്റെ പേരിൽ നമുക്ക് ചാർത്തി കിട്ടുന്ന പട്ടങ്ങളിലൊന്നും എനിക്കൊരു ലെവലേശം കൂസലില്ലാത്ത ആളാണ്. ഞാനത് നീ ഉറക്കെ പറയും. കാരണം പറയാൻ ആരെങ്കിലും വേണം. ആരും പറയാനില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. പറഞ്ഞാൽ മാത്രം പോരാ, ഭഗവാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ആഗ്രഹം വേണം, ഇച്ഛ വേണം. നമുക്ക് ഇച്ഛ വേണം. നമ്മുടെ രാജ്യത്ത് നമുക്ക് അഭിമാനികളായി, സ്വാഭിമാനികളായി ജീവിക്കണമെന്നുള്ള ഇച്ഛയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതാണ് ഭഗവാൻ മുരുകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഇച്ഛയിലേക്ക് തിരിച്ചു പോകാനുള്ള ക്രിയാപദ്ധതി നമുക്ക് വേണം.
കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യാൻ സമയം വരുന്നുണ്ട്, 100 ദിവസത്തിനകം ഒരു സമയം കിട്ടും, അപ്പം കർമ്മം ചെയ്യണം. ആ കർമ്മം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ അങ്ങനെ തുറന്നു പറയുന്നത് മര്യാദയല്ല. നമുക്ക് ഇച്ഛ വേണം, നമുക്ക് കർമ്മം വേണം, കർമ്മത്തിനുള്ള പദ്ധതി വേണം, ജ്ഞാനം വേണം. ആ ജ്ഞാനമാണ് ഇതുപോലെയുള്ള സത്സംഗങ്ങളിലൂടെ പകർന്നു കിട്ടുന്നത്. ഭഗവാൻ മുരുകൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വെട്ടുവേൽ മുരുകനുക്ക് ഹരോഹര.